ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് എബിൻ മാത്യു. ഓക്കെ, അപ്പോൾ നമ്മൾ കെ എസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പഠനം വളരെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഓക്കെ, രണ്ട് പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. നമ്മുടെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 9 തീയതിയാണ്. അതുപോലെ നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്ന ഡേറ്റ് ജൂൺ മാസം 14 തീയതിയാണ്. ഓക്കെ, കൃത്യമായിട്ട് ഈ രണ്ട് ഡേറ്റുകൾ ഓർത്തിരിക്കുക. ഈ സമയത്തിനുള്ളിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സിലബസ് പഠിച്ച് തീർത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ പഠിച്ച് തീർക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസിൽ നിന്ന് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പ്രത്യേകിച്ചും മധ്യകാല ഇന്ത്യയിൽ അക്ബറുടെ ഭരണ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതിൽ തന്നെ അക്ബറുടെ മൻസബ്ദാരി സിസ്റ്റത്തെ പറ്റി ചോദിക്കാറുണ്ട്, റിലീജിയസ് പോളിസിയെ പറ്റി ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ റവന്യൂ സിസ്റ്റത്തെ പറ്റി ചോദ്യം വരാറുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അക്ബറുടെ മതനയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് അക്ബറുടെ മതനയം രൂപീകരിക്കപ്പെട്ടത്? ഹൗ വാസ് അക്ബേഴ്സ് റിലീജിയസ് പോളിസി ഷേപ്ഡ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏതൊക്കെ മതങ്ങളാണ്, ഏതൊക്കെ വ്യക്തികളാണ് അക്ബറെ ഈ ഒരു മതനയം രൂപീകരിക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുള്ളത്. ഈ മതനയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്തൊക്കെ നടപടികളാണ് എടുത്തത്, അതിന് ഒരു തുടർച്ച ഉണ്ടായോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വളരെ വേഗത്തിൽ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ഏതൊക്കെ വ്യക്തികളാണ് അക്ബർ ഈ ഒരു മതനയം രൂപീകരിക്കുന്നതിൽ സ്വാധീനിച്ചത് എന്നുള്ളതാണ്. ഒന്ന്, ദ കമ്പനി ഓഫ് ഷെയ്ഖ് മുബാറക് ആൻഡ് ഹിസ് സൺസ് അബുൾ ഫസൽ ആൻഡ് അബുൾ ഫൈസി. അക്ബറിന് മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഷെയ്ഖ് മുബാറക്. മറ്റ് രണ്ട് പേര് അദ്ദേഹത്തിൻ്റെ മക്കളായിരുന്ന അബുൾ ഫസലും അബുൾ ഫൈസിയുമാണ്. ഓക്കെ, ഈ മൂന്ന് പേരുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഔട്ട്ലുക്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതനയം രൂപീകരിക്കുന്നതിൽ അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അക്ബർ വാസ് എ പയസ് മുസ്ലിം. അക്ബറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സുന്നി മുസ്ലിമാണ്. ഓക്കെ, മാരീഡ് ജോധാഭായ് ഓഫ് അംബർ. അദ്ദേഹം ഒരു സുന്നി മുസ്ലിം ആയിരുന്നിട്ട് കൂടിയും അദ്ദേഹം രജപുത്തായിരുന്ന ജോധാഭായിയെ അദ്ദേഹം വിവാഹം ചെയ്തു. ജോധാഭായ് അംബറിലെ രാജാവായിരുന്ന ബഹർമാളിൻ്റെ മകളായിരുന്നു. അവിടെ മുതലായിരുന്നു അക്ബറിൻ്റെ മതനയത്തിൽ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. രജപുത്തുകളുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നതും ഈ വിവാഹത്തോട് അനുബന്ധിച്ചായിരുന്നു. ഇനി ഹി അബോളിഷ്ഡ് പിൽഗ്രിം ടാക്സ് ഇൻ 1563. അപ്പം ഈ മതനയത്തിൽ മാറ്റം വരുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണ്? അദ്ദേഹം 1563 എന്ത് ചെയ്തു? പിൽഗ്രിം ടാക്സ് അദ്ദേഹം അബോളിഷ് ചെയ്തു. അതായത് പുണ്യക്ഷേത്രങ്ങൾ വിസിറ്റ് ചെയ്യുന്ന യാത്രികരുടെ അല്ലെങ്കിൽ പിൽഗ്രിംസിൻ്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തു? അദ്ദേഹം അബോളിഷ് ചെയ്തു. അതുപോലെ 1564 അദ്ദേഹം ജസിയ എന്ന് പറയുന്ന ടാക്സും അദ്ദേഹം എന്ത് ചെയ്തു? നിർത്തലാക്കി. ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജസിയ എന്ന് പറയുന്ന പോൾ ടാക്സ്, നോൺ മുസ്ലിങ്ങളുടെ മേലിൽ ഏർപ്പെടുത്തിയിരുന്ന ടാക്സ് അദ്ദേഹം എന്ത് ചെയ്തു? വേണ്ട എന്ന് വെച്ചു, അല്ലെങ്കിൽ അബോളിഷ് ചെയ്തതാണ്. ഇനി ഇതിനെ തുടർന്ന് 1575 അദ്ദേഹം ഇബാദത്ത് ഖാന അല്ലെങ്കിൽ ഹോൾ ഓഫ് പ്രയേഴ്സ് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോള് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹം നിർമ്മിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു ഹോൾ അദ്ദേഹം നിർമ്മിക്കുന്നതിന് കാരണമായി തീർന്നത് വ്യത്യസ്ത മതങ്ങളെപ്പറ്റി പഠിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. വ്യത്യസ്ത മതങ്ങളിൽ യഥാർത്ഥ സത്യത്തെ എങ്ങനെയാണ് അല്ലെങ്കിൽ ദൈവത്തെ പറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നറിയാനായിട്ട് അക്ബറിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ആദ്യം ഈ ഇബാദത്ത് ഖാനയിലേക്ക് അദ്ദേഹം മുസ്ലിം തിയോളജിയൻസിനെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ. പിന്നീട് ഈ തിയോളജിയൻസിനെ മാത്രമല്ല ഹിന്ദു
മതവിഭാഗത്തിലുള്ളവർ, അതുപോലെ തന്നെ ജെയിൻ മതവിഭാഗത്തിലുള്ളവർ, ഷിയ മതവിശ്വാസത്തിലുള്ളവർ, അതുപോലെ തന്നെ സ്വരാഷ്ട്രീയൻ മതവിശ്വാസത്തിലുള്ളവർ, കൂടാതെ ക്രിസ്ത്യൻ മതവിശ്വാസത്തിലുള്ളവരെയൊക്കെ അദ്ദേഹം ഇബാദത്ത് ഖാന അല്ലെങ്കിൽ ഹാൾ ഓഫ് പ്രേയേഴ്സിലേക്ക് അദ്ദേഹം വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി. ഈ ചർച്ചകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ആശയം അദ്ദേഹം രൂപീകരിക്കുകയും ചെയ്തു. ഇനി അക്ബർ ആരെയൊക്കെയാണ് ഈ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തതും കൂടെ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അക്ബർ ഇൻവൈറ്റഡ് പുരുഷോത്തം ആൻഡ് ദേവി. ഇവര് രണ്ടുപേരും ഹിന്ദു റിലീജിയന്റെ പ്രതിനിധികളായിട്ട് ഈ ഡിസ്കഷനിൽ പങ്കെടുത്ത ആൾക്കാരാണ്. അപ്പം അടുത്തത് ഹരി വിജയ സൂര്യാണ്. ഇദ്ദേഹം ഏത് മതത്തെ പ്രതിനിധീകരിച്ചാണ് വന്നത്? ഇദ്ദേഹം വന്നത് ജൈന മതത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് ഹരി വിജയസൂരി എന്ത് ചെയ്യുന്നത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അക്യുവിവൈ മോൺസറാറ്റും ക്രിസ്ത്യൻ റിലീജിയനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വന്ന രണ്ട് പ്രധാനപ്പെട്ട പാതിരിമാരാണ്. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് വരാം. വേറെ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തതെന്ന് നോക്കാം. ഓക്കെ, മഹർജി റാണ. മഹർജി റാണ സ്വരാഷ്ട്രീയൻ റിലീജിയനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മഹർജി റാണ എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. ഓക്കെ, ഷിയ വിഭാഗക്കാരെയും അക്ബർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, ഹി ഡിസ്ലൈക്ഡ് ദ ഇന്റർഫിയറൻസ് ഓഫ് മുസ്ലിം ഉലൈമാസ്. അപ്പം ഇങ്ങനെ ചർച്ചകൾ നടന്നു. ചർച്ചകൾ നടക്കുമ്പോഴത്തേക്കും ഈ മുസ്ലിം ഉലൈമാസ് അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള രീതിയിലായിരുന്നു ആ ചർച്ചകളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ അവിടെ എല്ലാം കൃത്യമായിട്ട് അക്ബർ അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവർക്കും സംസാരിക്കാനും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടും അക്ബർ അവസരം നൽകുന്നുണ്ട്. ഓക്കെ, അക്ബർ വാണ്ടഡ് ടു നോ ദ ട്രൂത്ത് ഇൻ ഓൾ റിലീജിയൻ. അദ്ദേഹം ഒരു സ്റ്റുഡൻറ്റിനെ പോലെയായിരുന്നു. എല്ലാ റിലീജിയനിലും പറയുന്ന സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്ബർ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻ 1579 ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻഫാലിബിലിറ്റി ഡിക്രി. ഓക്കെ, അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ മതനയം ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടു വരുന്നൊരു സമയമായിരുന്നു ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്ന, ഈ ബാബത്ത് ഖാന ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്ന ഈ ഒരു സമയം. ഇതേ സമയത്ത് തന്നെ 1579 അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ഓർഡർ ഇറക്കുന്നുണ്ട്. അതറിയപ്പെടുന്നത് ഇൻഫാലിബിലിറ്റി ഡിഗ്രി അല്ലെങ്കിൽ മഹസർ എന്നാണ്. അതായത് അതുവരെ നയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് ചീഫ് ജസ്റ്റിസിന് അല്ലെങ്കിൽ മുസ്ലിം തിയോളജിയൻസിന് അല്ലെങ്കിൽ ഉലൈമാസിനായിരുന്നു. അവർ പറയുന്നതായിരുന്നു രാജ്യത്തെ അന്തിമമായിട്ടുള്ള നിയമമായിട്ട് കരുതപ്പെട്ടിരുന്നത്. എന്നാൽ അക്ബറിന് അതിനൊരു മാറ്റം വരുത്തണമെന്ന് തോന്നി. അക്ബർ മഹസർ അല്ലെങ്കിൽ ഇൻഫാലിബിലിറ്റി ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഓർഡർ അദ്ദേഹം എന്ത് ചെയ്യുന്നു, എഴുതി തയ്യാറാക്കുന്നു. ഇത് എഴുതി തയ്യാറാക്കി ആ കാലഘട്ടത്തിൽ മുഗൾ കോർട്ടിലുണ്ടായിരുന്ന 8ഓളം വരുന്ന ഉലൈമാസ് അല്ലെങ്കിൽ റിലീജിയസ് തിയോളജിനെ കൊണ്ട് അതിനകത്ത് ഒപ്പിച്ചു. അതിനകത്ത് പറയുന്നത് ഇതാണ്, അതായത് ഏതെങ്കിലും ഒരു മതപരമായ വിഷയത്തിൽ ഒരു തർക്കം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ അതിൽ അന്തിമ തീരുമാനം എടുക്കാനായിട്ടുള്ള അവകാശം ഇനി മുതൽ സുൽത്താനായിരിക്കും, അതായത് അക്ബറിനായിരിക്കും എന്നുള്ളതാണ്. അപ്പം അക്ബർ മഹസർ എന്നുള്ള ഈ ഒരു കാര്യത്തിലൂടെ അദ്ദേഹം മറ്റൊരു തലത്തിലേക്ക്, ഒരു ഉയർന്ന പൊസിഷനിലേക്ക് അദ്ദേഹം വന്നു. ഓക്കെ, അതായത് റിലീജിയസ് തിയോളജിൻസിനേക്കാളും മുകളിലുള്ളൊരു തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നു. ഹി ബിക്കെയിം മുജാഹിദ്. മുജാഹിദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർപ്രറ്റർ ഓഫ് ദ ലോ. നിയമത്തെ വ്യാഖ്യാനിക്കാനായിട്ട് പറ്റുന്ന ഒരു പദവിയിലേക്ക് ഈ ഇൻഫാലിബിലിറ്റി ഡിഗ്രി അല്ലെങ്കിൽ മഹസറിലൂടെ അദ്ദേഹം എത്തിച്ചേർന്നു. ഓക്കെ, 1582 ഹി ഇൻട്രൊഡ്യൂസ്ഡ് തൗഹീദ് ഇലാഹി. ഓക്കെ, 1582 ആയപ്പോഴത്തേക്കും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഇബാദത്ത് ഖാന ഡിസ്കഷൻ ക്ലോസ് ചെയ്തു. ഓക്കെ, ഹാൾ ഓഫ് പ്രേയേഴ്സ് അദ്ദേഹം ക്ലോസ് ചെയ്തു. അതേ വർഷം തന്നെയാണ് അദ്ദേഹം ഈ ഡിസ്കഷൻസിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു മതം അല്ലെങ്കിൽ ഒരു ജീവിത രീതി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇതിനെയാണ് നമ്മൾ തൗഹീദ് ഇലാഹി അല്ലെങ്കിൽ പിന്നീട് അതറിയപ്പെട്ട പേരാണ് ദിൻ ഇലാഹി ഓർ ഡിവൈൻ ഫെയ്ത്ത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു മതനയം അല്ലെങ്കിൽ മതം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഇറ്റ് ബിലീവ്ഡ് ഇൻ വൺ ഗോഡ്. ഒരു ദൈവത്തിൽ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസമായിരുന്നു ദിൻ ഇലാഹി അല്ലെങ്കിൽ തൗഹീദ് ഇലാഹിയുടെ പ്രത്യേകത. വർഷിപ്ഡ് ഫയർ, സൺ, ലൈറ്റ്. പ്രകാശത്തെ അല്ലെങ്കിൽ ദീപത്തെ
അല്ലെങ്കിൽ പ്രകാശമയമായതിനെ എന്തിനേയും ആരാധിക്കുക എന്നുള്ളതായിരുന്നു ദിൻ ഇലാഹിയുടെ പ്രത്യേകത. ഓക്കെ, അപ്പം ഈ ദിൻ ഇലാഹിയുടെ ആദ്യത്തെ പേര് തൗഹീദ് ഇലാഹി എന്നായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇനി മറ്റൊരു പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, യെസ്, ദേ ഒബ്സർവ്ഡ് രാഖി, തീക്ക ആൻഡ് ബാൻ ഓൺ സ്ലോട്ടർ. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവര് രാഖി ബന്ധനം നടത്തിയിരുന്നു, സാഹോദര്യത്തിന്റെ അടയാളമായിട്ട് രാഖി ബന്ധനം നടത്തിയിരുന്നു. അതുപോലെ തന്നെ തീക്ക, നെറ്റിയിൽ കുറി തൊട്ടിരുന്നു. അതുപോലെ ബാൻ ഓൺ സ്ലോട്ടർ, അതായത് ഈ മൃഗങ്ങളെ കൊല്ലുന്നത് എന്ത് ചെയ്യുന്നു, അവർ ബാൻ ചെയ്തു. ഓക്കെ, ദേ സെലിബ്രേറ്റഡ് ദസറ ആൻഡ് നൗറോസ് ആൻഡ് ദേ ബിലീവ്ഡ് ഇൻ ട്രാൻസ്മൈഗ്രേഷൻ. ഓക്കെ, അപ്പൊ ദസറയിലും അതുപോലെ തന്നെ നൗറോസും ഇവർ ആഘോഷിച്ചു, ദസറയും നൗറോസും ആഘോഷിച്ചു. കൂടാതെ ട്രാൻസ്മൈഗ്രേഷൻ, മരണശേഷം ആത്മാവ് ട്രാൻസ്മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ആശയത്തിൽ എന്ത് ചെയ്തു, ഇവർ വിശ്വസിച്ചു. അത് ആത്മാവിൽ ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻഡ് 12 പ്രിൻസിപ്പിൾസ് ബോറോഡ് ഫ്രം ഓൾ റിലീജിയൻസ്. എല്ലാ മതങ്ങളിൽ നിന്നും ശേഖരിച്ച 12ഓളം ആശയങ്ങളായിരുന്നു ഈ മതത്തിന്റെ അടിസ്ഥാനമായിട്ട് കരുതപ്പെട്ടിരുന്നത്. ഇറ്റ് വാസ് എയിംഡ് അറ്റ് ബ്രിഡ്ജിങ് ദ ഗൾഫ് ദാറ്റ് സെപ്പറേറ്റഡ് ഡിഫറെന്റ് റിലീജിയൻസ്. ഓക്കെ, അപ്പൊ ഇതിലൂടെ അക്ബറിന്റെ ആ ഒരു മതനയം യഥാർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം, വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ ഒരു വലിയ ഡിവൈഡ് നിലനിന്നിരുന്നു. ഈ ഡിവിഷൻ അല്ലെങ്കിൽ ഈ അകലത്തെ കുറച്ച് അടുപ്പിക്കാനായിട്ടാണ് ആര് ശ്രമിച്ചത്? അക്ബർ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം ഈ മതത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ എക്ലറ്റിക് പാൻതീസമാണ്. അതായത് എല്ലാ മതങ്ങളെയും ഒരേ രീതിയിൽ കാണുക, ഈക്വൽ ബേസിസിൽ കാണുക എന്നുള്ളതാണ് ഈ ദിൻ ഇലാഹിയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് എല്ലാ മതങ്ങളുടെ ആശയങ്ങൾക്ക് അവിടെ തുല്യ പ്രാധാന്യം, എല്ലാവർക്കും തുല്യ പ്രാധാന്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇറ്റ് ഹെൽപ്ഡ് ഹിം ടു ഇംപ്ലിമെന്റ് ദ പോളിസി ഓഫ് സുൾ ഈക്വൽ. ഓക്കെ, അപ്പം ഈ ഒരു മതത്തിലൂടെ, അല്ലെങ്കിൽ ഈ മതം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന്റെ ആശയമായിട്ടുള്ള സുൾ ഈക്വൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ടോളറേഷൻ, എല്ലാവരെയും സമമായി കാണുക, തുല്യമായി കാണുക എന്നുള്ള അദ്ദേഹത്തിന്റെ നയം കൂടുതൽ സമൂഹത്തിലേക്ക് അദ്ദേഹത്തിന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സഹായകരമായി തീർന്നു. ഓക്കെ, അപ്പൊ സുൾ ഈക്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ടോളറേഷൻ, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക എന്നുള്ളതാണ്. ഹൗവർ എ ഫെയിലുവർ ഇറ്റ് വാസ് എ ഫെയിലുവർ ആൻഡ് ഫിസിൽഡ് ഔട്ട് ആഫ്റ്റർ ഹിസ് ഡെത്ത്. എന്നാലും ഈ അക്ബറിന് അദ്ദേഹത്തിന്റെ ഈ ദിൻ ഇലാഹിയിലേക്ക് ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. പലരെയും അദ്ദേഹം നിർബന്ധിച്ചുവെങ്കിലും അവരെല്ലാവരും തന്നെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായിരുന്നത്. മാൻസിംഗ് ഉൾപ്പെടെയുള്ളവർ, മാൻസിംഗ് അദ്ദേഹത്തിന്റെ കമാൻഡറായിരുന്നു, അദ്ദേഹം ഒഴിഞ്ഞു മാറി. എന്നാൽ ബീർബൽ ആയിരുന്നു അതിനകത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാനായിട്ട് പറ്റുന്ന. 18 പേരോളം മാത്രമേ അദ്ദേഹത്തിന്റെ ദിൻ ഇലാഹിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മതത്തിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഈ വേ ഓഫ് ലൈഫിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു മതനയം ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതായിരുന്നു സുൾ ഈക്വൽ എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ടോളറേഷൻ. ഓക്കെ, ഇനി മറ്റ് ചില കാര്യങ്ങളൂടെ നമുക്ക് ഈ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഇറ്റ് ഹാഡ് ഓൺലി 18 ഫോളോവേഴ്സ് ഇൻക്ലൂഡിങ് ബീർബൽ. 18ഓളം ആൾക്കാർ മാത്രമേ ഈ മതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബീർബൽ ഇതിനകത്തെ ഒരു അംഗമായിരുന്നു. ഇതിനെപ്പറ്റി അദ്ദേഹത്തിന്റെ ഈ ഒരു ദിൻ ഇലാഹിയെ പറ്റി അല്ലെങ്കിൽ തൗഹീദ് ഇലാഹിയെ പറ്റി ആദ്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ദബിസ്ഥാൻ ഐ മസാലിബ് എന്ന് പറയുന്ന ഒരു വർക്കിലാണ്. ദബിസ്ഥാൻ ഇ മസാലിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് എഴുതിയിരിക്കുന്നത് മൊഹസിൻ ഫാനിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മൊഹസിൻ ഫാനിസ്, അദ്ദേഹമാണ് ദബിസ്ഥാൻ ഇ മസാലിബ് എന്ന് പറയുന്ന വർക്ക് എഴുതിയിരിക്കുന്നത്. ഈ വർക്കിനകത്താണ് അക്ബറുടെ മതമായിട്ടുള്ള ദിൻ ഇലാഹിയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ മതത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ റിലീജിയസ് പോളിസിയുടെ ഭാഗമായിട്ട് അദ്ദേഹം 3 പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി. 3 പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ബിൽഡിങ്ങുകൾ അദ്ദേഹം നിർമ്മിച്ചത്. ഓക്കെ, ഒന്ന് ധർമ്മപുരയാണ്. ധർമ്മപുരയിൽ അദ്ദേഹം വളരെ പൂറായിട്ടുള്ള ഹിന്ദുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഖൈർപുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മുസ്ലിം വിഭാഗത്തിലെ
നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജോഗിപുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈന വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം നിർമ്മിച്ചത്. അപ്പോൾ എല്ലാവരെയും അദ്ദേഹം തുല്യമായിട്ട് കണ്ടു എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ എല്ലാവരും നല്ല രീതിയിലാണോ ഇടപെടുന്നത് എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹം എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും, എല്ലാ സുബകളിലും, ഓക്കെ, എല്ലാ പ്രൊവിൻസുകളിലും അദ്ദേഹം എന്ത് ചെയ്തു? സാദർ എന്ന് പറയുന്ന ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്തു. ഈ സാദർ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ജനങ്ങൾ നല്ല രീതിയിലാണോ അവരുടെ കോണ്ടാക്റ്റ്, അവരുടെ ഇടപെടൽ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാദറിനെ അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ അക്ബർ ഇങ്ങനെയുള്ള മതനയങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉയർന്ന കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ മതനയം എന്ത് ചെയ്തു? നടപ്പിലാക്കി. പക്ഷെ അദ്ദേഹത്തിന് എതിർപ്പുകൾ ശക്തമായിട്ട് നേരിടേണ്ടതായിട്ട് വന്നു. ആ എതിർപ്പുകൾ എവിടെ നിന്നൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ. റിയാക്ഷൻ ഫ്രം അബ്ദുൽ നബി ആൻഡ് അബ്ദുള്ള സുൽത്താൻപുരി. ഓക്കെ. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ടീച്ചേഴ്സ് ആയിരുന്നു. അബ്ദുൽ നബി അതുപോലെ തന്നെ അബ്ദുള്ള സുൽത്താൻപുരി. ഇവർ രണ്ടുപേരും ഇതിനെ ശക്തമായിട്ട് എതിർത്തു. ഓർത്തഡോക്സ് ആയിട്ടുള്ള തിയോളജിയൻസ് ആയിരുന്നു ഇവർ. അതുപോലെ തന്നെ അക്ബറിൻ്റെ സഹോദരനായിട്ടുള്ള മിർസ ഹക്കീം, ഇയാളും എന്ത് ചെയ്തു? അക്ബറിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്ന് വലിയൊരു കലാപം തന്നെ ഉണ്ടാക്കി. എന്നാൽ അക്ബർ ഈ കലാപങ്ങളെല്ലാം ശക്തമായിട്ട് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഓക്കെ. അപ്പം ഇങ്ങനെ ശക്തമായിട്ടുള്ള എതിർപ്പുകളുടെ മധ്യത്തിലൂടെ തന്നെയായിരുന്നു അക്ബറിൻ്റെ മതനയം ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ടത്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും മറ്റു ചില കാര്യങ്ങളും കൂടെ ഈ ഒരു ഭാഗത്ത് ഓർത്തിരിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അക്ബറുടെ ഈ മതനയം രൂപീകരിക്കുന്നതിൽ പല വ്യത്യസ്ത മതങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് പറയുന്നത്. പ്രത്യേകിച്ചും സൂഫി മതവിഭാഗക്കാർ, അതുപോലെ തന്നെ ജൈന മതവിഭാഗക്കാർ, സൊരാഷ്ട്രിയൻസ്, ക്രിസ്ത്യൻ മതവിഭാഗക്കാർ, അതുപോലെ തന്നെ ഷിയ മതവിശ്വാസം, ഇങ്ങനെ ആ കാലഘട്ടത്തിലെ പ്രമുഖമായിട്ടുള്ള മതവിശ്വാസങ്ങളെല്ലാം തന്നെ അക്ബറിൻ്റെ റിലീജിയസ് പോളിസി ഫോം ചെയ്യുന്നതിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കൂടാതെ അക്ബറിൻ്റെ രജപുത്തായിട്ടുള്ള വൈബ്സ് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അബുൾ ഫസൽ, അബുൾ ഫൈസി, ഷെയ്ഖ് മുബാറക്ക് എന്നിവർ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ബീർബൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യക്തികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് അക്ബറിൻ്റെ മതനയം രൂപീകരിക്കപ്പെടുന്നത്. ഈ മതനയമാണ് പിന്നീട് ആധുനിക ഇന്ത്യയിൽ നമ്മുടെ നമ്മുടെ മതനയത്തിൻ്റെ കാതലായി അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ട് മാറിയത്. ഓക്കെ. അപ്പോൾ ഈ മതനയത്തെ പറ്റിയുള്ള ചില അഭിപ്രായങ്ങളും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്യാം. ഓക്കെ. അബുൾ ഫസൽ ഈ മതത്തെ, അദ്ദേഹത്തിൻ്റെ ഈ മതത്തെ വിളിക്കുന്നത്, അല്ലെങ്കിൽ മതനയത്തെ വിളിക്കുന്നത് ഒരു സൂഫി ഓർഡർ എന്നാണ്. ഓക്കെ. ഇതൊരു സൂഫി ഓർഡർ ആയിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. ആഫ്റ്റർ ദ ഫൗണ്ടേഷൻ ഓഫ് ദിൻ ഇലാഹി അക്ബർ സീസ് ടു ബി എ മുസ്ലിം. ദിൻ ഇലാഹി എന്ന് പറയുന്ന അക്ബറുടെ മതം അദ്ദേഹം രൂപപ്പെടുത്തിയതിന് ശേഷം അക്ബർ ഒരു മുസ്ലിമേ അല്ലായിരുന്നു എന്നാണ് അക്ബറുടെ ഏറ്റവും വലിയ വിമർശകനായിട്ടുള്ള ബദൗണി പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ദിൻ ഇലാഹി എ പ്രൂഫ് ഓഫ് അക്ബേഴ്സ് ഫോളി. അക്ബറുടെ മണ്ടത്തരത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദിൻ ഇലാഹി എന്നാണ് V.S. സ്മിത്ത് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അക്ബറുടെ മതവും അദ്ദേഹത്തിൻ്റെ മതനയത്തിൻ്റെയും പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ മതനയം രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് അക്ബറുടെ മതനയം രൂപീകരിക്കപ്പെട്ടതെന്ന് കണ്ടു. ഇതുപോലെ നമുക്ക് നമ്മുടെ ടോപ്പിക്കുകളെല്ലാം വളരെ വേഗത്തിൽ, വളരെ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു KS സൂപ്പർ 60 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൻ്റെ പ്രത്യേകത 60 ദിവസം 120 മണിക്കൂറുകൾ കൊണ്ട് നമ്മുടെ സിലബസ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് പഠിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഓക്കെ. കൂടാതെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ എല്ലാം റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് ലഭ്യമാകും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഈ സൂപ്പർ 60 ബാച്ചിന് ഉണ്ട്. തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങൾ ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. ഓക്കെ. 85 90 20 23 23 എന്ന് പറഞ്ഞ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും നന്നായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം.
ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ. താങ്ക് യു.